നമസ്കാരം, സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അർഡിനോ ഇല്ലാതെ നമുക്ക് എങ്ങനെ അർഡിനോ പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും അർഡിനോ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് പഠിക്കുക എന്നുള്ളത്. അപ്പം അത് വളരെ ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടെയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ വെബ്സൈറ്റിന്റെ പേര് Tnkercad എന്നാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നമുക്ക് അർഡിനോയുടെ പ്രോഗ്രാം ഒക്കെ ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ അർഡിനോയുടെ സർക്യൂട്ടൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ റൺ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് അർഡിനോ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഫോണിലോ ഒരു കമ്പ്യൂട്ടറിലായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫോൺ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഹാർഡ്വെയർ ഇല്ലാതെ തന്നെ പഠിക്കുവാൻ പറ്റുന്നതാണ് ഈ Tnkercadലൂടെ. അപ്പം Tnkercadൽ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് Tnkercad എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾ Tnkercad എന്ന് സെർച്ച് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഈ ഫസ്റ്റ് കിടക്കുന്ന സൈറ്റാണ്, അതെടുക്കുക. അപ്പം ഞാൻ അർഡിനോയുടെ കുറച്ച് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അത് എൻ്റെ കയ്യിൽ മോഡ്യൂൾ ഇപ്പം നിലവിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം പയ്യെ നമ്മൾ എവിടുന്നേലൊക്കെ മോഡ്യൂളൊക്കെ ഒപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പതിയെ വീഡിയോ ഇടുന്നതാണ്. അപ്പം ഏതായാലും നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ Tnkercad എടുത്തു കഴിയുമ്പോൾ എനിക്കൊരു അക്കൗണ്ട് നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജോയിൻ നൗ കൊടുക്കുക. ജോയിൻ നൗ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ അക്കൗണ്ട് ചെയ്യാണ്. ഇവിടെ ജോയിൻ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജോയിൻ നൗ കൊടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റുഡൻസ് എഡ്യൂക്കേറ്റേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ നമുക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഒന്നെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോൾ ഇവിടെ പല മാർഗമുണ്ട്. ഇവിടെ ഇമെയിൽ ഒരു യൂസർ നെയിം കൊടുക്കാം. അതുപോലെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണ് ഞാൻ സൈൻ ഇൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല. ജസ്റ്റ് ഇതുപോലെ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ Tnkercadന്റെ യൂസർ ഇന്റർഫേസ്. ഇതിൽ നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ 3D ഡിസൈൻ ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ഞാൻ സർക്യൂട്ട് കൊടുക്കുക. അപ്പോൾ ട്രൈ സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിയാൻ നേരത്ത് നമുക്ക് പുതിയ സർക്യൂട്ട് ഉണ്ടാക്കാനുള്ള ഒരു മെനു വരും. ആ മെനുയുടെ അകത്ത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നോർമലായിട്ടൊരു LED-യുടെ സർക്യൂട്ട് ആയിരിക്കും. നമുക്ക് നമ്മുടെ അർഡിനോയുടെ ഒരു സർക്യൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ LED-യുടെ സർക്യൂട്ട് നമുക്ക് ആദ്യമായിട്ട് തരുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ LED ബ്രൈറ്റ് ആയിരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഏതായാലും നമ്മുടെ അർഡിനോയുടെ ഒരു സർക്യൂട്ട് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഇവിടെ അർഡിനോ അവൈലബിൾ ആണ്. ഓക്കെ, മൗസ് നമുക്ക് സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് സൂമും അൺസൂമും ചെയ്യാം. ഇവിടെ ബ്രെഡ് ബോർഡ് അവൈലബിൾ ആണ്. നമ്മൾ അത് രണ്ടും അൺസൂമും സൂമും ചെയ്തു. ഇപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് കറക്റ്റ് അലൈനായി നമുക്ക് നിൽക്കും. ഇനി നമ്മൾ സാധാരണ അർഡിനോയുടെ ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് LED ബ്ലിങ്കോ അതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ബേസിക് ആയുള്ള കമ്പോണൻസേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കമ്പോണൻസ് ഞെക്കിയിട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ് കമ്പോണൻസും നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു LED ആണ് ബ്ലിങ്ക് ചെയ്യിക്കാൻ നോക്കുന്നത്. അപ്പം നമ്മളൊരു LED എടുത്ത് ബ്രെഡ് ബോർഡിൽ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് ഇവിടെ LED-ക്ക് പേര് കൊടുക്കാം. നമുക്ക് പേര് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് LED 1 എന്ന് നമ്മളൊരു പേര് കൊടുത്തു. LED-യുടെ കളർ ഈ സൈഡിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ യെല്ലോ കൊടുത്തു. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ LED ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വരും. അപ്പോൾ അവിടെ നമ്മൾ ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വയറിന്റെ കാര്യം നോക്കാം. ഈ LED-യുടെ ഈ പോർഷൻ നമുക്ക് ഗ്രൗണ്ട് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്ലിക്കിന് വയർ വരും. ഒരു ക്ലിക്കും കൂടെ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് വളയ്ക്കാൻ പറ്റും. ഒരു ക്ലിക്കും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ സർക്യൂട്ടിന് മെനയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു പിൻ എടുക്കുക. ഇപ്പം ഞാൻ
ഏഴാമത്തെ പിന്നാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ കളറ് വയറിൻ്റെ മാറ്റാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്യൂട്ട്. ഇനി നമുക്കിതിൽ പ്രോഗ്രാം ചെയ്യണമെന്നിരിക്കട്ടെ. പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇവിടെ കോഡ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്, നമ്മൾ അത് ഞെക്കുക. നമുക്ക് കോഡ് ബ്ലോക്ക് ആയിരിക്കും കിട്ടുക. അപ്പം നമുക്ക് കോഡ് ബ്ലോക്കിലും ഉപരി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നാണ് പഠിച്ചത്. അപ്പോൾ ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു LED ഓൺ ആവാനുള്ള 13ാമത്തെ പിന്നിലെ LED ഓൺ ആകാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ കോഡ് നമ്മുടേതായ രീതിയിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ വിൻഡോ നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ അർഡിനോയുടെ നോർമൽ സോഫ്റ്റ്വെയർ എടുത്തിട്ട് അതിൻ്റെ പ്രോഗ്രാം ഇതിലേക്ക് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, എൻ്റെ അർഡിനോയുടെ നോർമൽ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പിന്ന് നമുക്ക് നോക്കാം. ഞാൻ കൊടുത്തിരിക്കുന്ന പിന്ന് എന്ന് പറഞ്ഞാൽ 7ാമത്തെ പിന്നാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, വ്യക്തമായി കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ടൈപ്പ് ചെയ്യുന്ന അർഡിനോയുടെ. അപ്പോൾ നമ്മൾ 7ാമത്തേനാണ് LED എന്ന് പറഞ്ഞ പിന്ന് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഇനി LED നമുക്ക് ബ്ലിങ്ക് ചെയ്യണം. ബ്ലിങ്ക് ചെയ്യണ ആദ്യം ഓൺ ആവണം. നമുക്ക് ആദ്യം ഡിലേയും കൂടെ ഉണ്ടാക്കാം. ടൈം എന്ന് പറയുന്നത് ഞാൻ 1 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ കൂടെ കൊടുക്കാം. ഞാനിവിടെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, ബാൻഡ് റേറ്റ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ മെയിൻ കോഡ് എഴുതാം. ഡിജിറ്റൽ റൈറ്റ് LED, ഹൈ. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് സീരിയൽ മോണിറ്ററിൽ ഒന്ന് പ്രിന്റ് ചെയ്യാൻ LED ഓൺ ആയെന്നുള്ളത്. LED ഓൺ. അതിനുശേഷം നമുക്ക് ഡിലേ കൊടുക്കാം. ഡിലേ നമുക്ക് ടൈം കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് LED ഓഫ് ആക്കണം. അപ്പോൾ LED ഓഫ് ആക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുക. അപ്പോൾ LED ലോ കൊടുത്താൽ മതി, LED ഓഫ് ആവും. ഇനി നമുക്ക് വേണ്ടത് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യണം. സീരിയൽ മോണിറ്ററിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് LED ഓഫ് ആയെന്നാണ്. നമ്മളത് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് ഡിലേ കൊടുക്കണം. ജസ്റ്റ് ഒരു ബ്ലിങ്കിന്റെ കോഡാണിത്. അപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഈ ഒരു പ്രോഗ്രാം അങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാഞ്ഞത്. ഞാനിവിടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് സിമുലേറ്റ് കൊടുക്കുന്നു. അപ്പം ഈ പ്രോഗ്രാമിന് എറർ ഒന്നുമില്ല, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ സീരിയൽ മോണിറ്റർ ഈ അടിയിലുണ്ടാവും. അടിയിലെടുത്ത് കഴിഞ്ഞാൽ സീരിയൽ മോണിറ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പം അർഡിനോ ഒന്നും കയ്യിലില്ലാത്തവർക്ക് ഈ ടിങ്കർകാഡ് യൂസ് ചെയ്തിട്ട് സുഖമായിട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ പിന്നെ നമുക്ക് അവൈലബിൾ ആയ മോഡ്യൂൾസിനെ പറ്റി നോക്കാം. നമ്മുടെ അർഡിനോയിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡ്യൂള് ഇപ്പം റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, ഇൻഡക്ടർ, അതുപോലെ പുഷ് ബട്ടൺ ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, അതുപോലെ സൈഡ് സ്വിച്ച്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അൾട്രാസോണിക് സെൻസർ ഉണ്ട്, PIR സെൻസർ ഉണ്ട്, അതുപോലെ കീപാഡ്, അതുപോലുള്ള കുറച്ച് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. എങ്കിൽ പോലും ബേസിക്സ് ആയിട്ട് അർഡിനോ അറിയേണ്ട ഒരു വ്യക്തിക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യകതയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അർഡിനോ ഇല്ലാതെ തന്നെ പഠിക്കുവാനായിട്ട്. അപ്പം ടിങ്കർകാഡ് വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.